ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ ഏകദേശം എടുത്തിട്ട് ഒരു മാസമൊക്കെ ആകാറായി. ചില സാങ്കേതിക കാരണങ്ങളിൽ പതിവ് പോലെ തന്നെ ലേറ്റായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്, ചായയൊക്കെ ഇടുകയാണ്. എനിക്ക് മാത്രമേ ചായ ഇട്ടുള്ളൂ, കാരണം അച്ഛനും അമ്മയും രാവിലെ തന്നെ ചായ ഇട്ട് കുടിച്ചായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ അതേ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് തന്നെ ആദ്യം പാല് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പാൽ ഇതുപോലെ അച്ഛൻ്റെ ആൾ തന്നെ തിളപ്പിച്ച് വെക്കും, ജസ്റ്റ് ഒന്ന് ചൂടാക്കും, അവനൊന്ന് കുടിക്കാൻ വേണ്ടി ലൈറ്റ് ചൂടാക്കും അവന്. അപ്പോൾ അതേ ആ സമയം കൊണ്ട് തന്നെ അമ്മ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാഴയിലേക്കകത്തോട്ടോ അമ്മ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ആ ഒരു ഷേപ്പ് ഇരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റായിട്ട് ഇവിടുത്തെ ഇഡ്ഡലി. അങ്ങനെ ഇത് ആദ്യക്കുള്ള പാലൊക്കെ ഞാൻ തണുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാലൊക്കെ എടുത്തിട്ട് വന്ന് രാവിലെ അപ്പൻ്റെ കൂടെ ഇരിക്കുകയാണ്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എവിടെയാണോ നിൽക്കുന്നത് അവിടുത്തെ അപ്പനും അമ്മയായിട്ടും ഭയങ്കരമായിട്ട് പെട്ടെന്ന് സിങ്ക് ആവും കേട്ടോ. പിന്നെ നമ്മളെ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനും അവരുടെ സപ്പോർട്ട് വേണം അവന്, നമ്മളെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അപ്പൂപ്പൻ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പാല് കുടിച്ചു, എൻ്റെ വയറ് ഇതാണ്ട് ഇപ്പോൾ പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഇരിക്കുക കേട്ടോ. അപ്പോൾ എന്തിനാണ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യക്കുട്ടൻ്റെ അച്ഛൻ വരും കേട്ടോ ഇന്ന്. അപ്പോൾ അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഏകദേശം ഒരു ഒന്നര മാസമായിരുന്നു നാട്ടിൽ വെക്കേഷൻ. അപ്പോൾ ഒരു 10-25 ദിവസം കഴിയുമ്പോഴത്തേക്ക് ചേട്ടനങ്ങ് തിരിച്ച് വന്നായിരുന്നു. പിന്നെ ഞാനും ആദ്യക്കുട്ടനും കുറച്ച് ദിവസം വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചേട്ടൻ രണ്ടാമത് വന്നതാണ് കേട്ടോ. അപ്പോൾ എത്തിയത് അനിയനും അനിയത്തിയും, അതായത് ചേട്ടൻ്റെ കസിന് ട്രിവാൻഡ്രത്തുനിന്ന്, അവർ ട്രിവാൻഡ്രത്താണ്. അപ്പം അവർ വരുന്ന വഴിക്ക് ചേട്ടനെയും കൊണ്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ വന്നു. ആദ്യക്കൂട്ടിന് ഇച്ചിരി സന്തോഷമുണ്ട്, ഇച്ചിരി വിഷമമുണ്ട്. കാരണം അവനറിയാം അച്ഛൻ വന്നു കഴിഞ്ഞ് താമസിക്കാതെ തിരിച്ച് ഷാർജയ്ക്ക് പോകേണ്ട വരും എന്ന് അവനറിയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. ആദ്യമൊട്ടും താല്പര്യമില്ലായിരുന്നു നാട്ടിൽ നിന്ന് തിരിച്ച് വരാനുണ്ട്. കാരണം ഒരു കൺട്രോളും ഇല്ലാത്തൊരു ജീവിതമായിരുന്നു കഴിഞ്ഞ 1.5 മാസമായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യക്ക് നല്ല അച്ഛൻ വന്നതിനകത്ത് സന്തോഷവും ഉണ്ട്, അതിലുപരി ദുഃഖവും ഉണ്ടായിരുന്നു. ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവന്. തിരിച്ച് പോവുകയാണോ, സ്കൂളിലൊക്കെ പോകണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആദ്യയുടെ ഫേവറേറ്റ് പാറുചിറ്റി ആയതുകൊണ്ട് ആദ്യം വെറുതെ വിട്ടു. ഇത് ട്രിവാൻഡ്രംകാരുടെ സ്വന്തം ബോളിയും പായസം കേട്ടോ. ഇത് സീന ചേച്ചി, അതായത് കണ്ണഞ്ചൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നതാണ് ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടാണ് ട്രിവാൻഡ്രത്തുനിന്ന്. അങ്ങനെ നമ്മളവിടെ എല്ലാവരും കൂടെ കഥയൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് തന്നെ ഞാൻ കാപ്പിയൊക്കെ ഇട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഞാനാണിങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ കൊണ്ട് സെറ്റ് ചെയ്യുന്നതൊക്കെ ഞാനാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കലും പരിപാടികളൊക്കെ ഉള്ളൂ, അമ്മ ബാക്കിയുള്ള സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാനാട്ടോ എന്ത് ചെയ്യുന്നത്. ഇത് ആദ്യക്കൂട്ടിൻ്റെ പ്ലേറ്റ് ആട്ടോ. ഈ ഒരു പ്ലേറ്റ് കാരണമാണ് ആദ്യക്കൂട്ടിന് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതൊക്കെ ഫുഡ് കഴിക്കുന്നത്. പക്ഷേ ഷാർജയ്ക്ക് എടുത്തിട്ട് വരാൻ വേണ്ടി മറന്നുപോയി കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. അതിന് ശേഷം ചേട്ടനും എനിക്കും ചെറിയൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുത്തൂറ്റിലേക്ക് വന്നു. അങ്ങനെ മുത്തൂറ്റിൽ നമ്മൾ ഫിസിഷ്യനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയം കൊണ്ട് തന്നെ ആദ്യക്കൂട്ടിന് അവിടെ ചിറ്റയുടെയും ചിറ്റപ്പൻ്റെയും കൂടെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടെ ഇരിക്കാം. ആംബുലൻസാ Wow, very good. Yes. Very good. Oh, ഇത് കൊണ്ടാല. ഓയോ. മാറിയോ. ഞാൻ തല കൊണ്ടുപോയി. വീട് മോഡല്. കുഞ്ഞിനെടാ. മെഡിക്കൽ. അവന്റെ ബോളാട്ടോ, ആദ്യയുടെ ബോൾ ആരും കിക്ക് ചെയ്യണ്ട. പ്ലീസ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. വീഡിയോ എടുക്കുക.
കഷ്ടം. 2 ബോളും അടിയില്ല. ഇല്ല അപ്പൊ ആ കിടക്കുന്നുണ്ട്. തിരിയും. ഞാനും കണ്ണൻചേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയൊക്കെ ആവാറായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ ആദ്യക്കുട്ടിനെ കുളിപ്പിച്ച് റെഡിയാക്കി അപ്പനും അമ്മയും കൂടെ നിർത്തി. പിന്നെ അമ്മ ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ചു. നമ്മൾ കുറേ നേരം ഇവിടുന്ന് കഥയൊക്കെ പറഞ്ഞു ആദ്യക്കുട്ടൻ്റെ കളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പതുക്കെ അവർ ഒരു ഏകദേശം വൈകിട്ടൊക്കെ ആക്കാറായപ്പോഴത്തേക്ക് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്ന് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ അതിന് അവർക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞു. നമ്മൾ ഒരു രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടേക്ക് പോകും കേട്ടോ. അപ്പോൾ അവർ ആദ്യം പോവാണ്. അങ്ങനെ അവർ പോയിട്ട് ചെറിയൊരു വിഷമത്തിൽ ആദ്യം ഇങ്ങനെ നിൽക്കുക കേട്ടോ. വൈകിട്ടൊരു 7 മണിയൊക്കെ കഴിഞ്ഞു. നല്ല ഇരുട്ടും നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളെല്ലാം റെഡിയായതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പാറുവിൻ്റെ ജിഷ്ണുവിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോവാം കേട്ടോ. അപ്പോൾ നല്ല മഴയത്ത് രാത്രിയിൽ വണ്ടി ഓടിച്ച് പോവാണ്. ചെറിയൊരു അങ്ങനെ ഫംഗ്ഷനായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് ഒരു കേക്ക് കട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളെയും കൂടെ ഒന്ന് വിളിച്ചൊന്നും ഉള്ളൂ. കാരണം നമ്മൾ 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് ഷാർജയ്ക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കൂടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളെ വിളിച്ചാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞമ്മയും മോനും എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ കേക്കൊക്കെ റെഡിയായി. കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. നല്ല ബ്യൂട്ടിഫുൾ കേക്കാട്ടോ. നല്ല ഭംഗിയേക്കാളും ഉപരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്കിന്. പൊതുവെ എനിക്ക് കടയിൽ നിന്ന് കിട്ടുന്ന കേക്കൊക്കെ കുറച്ച് ഭയങ്കര ക്രീമായിരിക്കും. പക്ഷേ ഇത് നല്ല കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങാട്ടി നടക്കുന്നത്. അപ്പോൾ ഫോട്ടോ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് ഇത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ ആദ്യക്കൂട്ടം കയറി വെയിറ്റ് ചെയ്യുകയാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൻ്റെ ബർത്ത്ഡേ ആണെന്നാണ് അവൻ അവകാശപ്പെടുന്നത്. അപ്പോൾ എന്തിനാണ് ഇവൻ നടുക്കേറിയിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ 1 മാസം മുമ്പാണ് അവൻ്റെ ബർത്ത്ഡേക്ക് അവൻ കേക്ക് കട്ട് ചെയ്തത്. എവിടെ കേക്ക് കണ്ടാലും അവൻ്റെ ബർത്ത്ഡേ ആണ്, അവന് കേക്ക് കട്ട് ചെയ്യണം. അങ്ങനെ അവന് കൊടുക്കുകയാണ്. എനിക്ക് ഇതായിട്ട് ചിരി വന്നു. ഞാൻ എന്തിൻ്റെ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ചടങ്ങാണ്. താരം കൈമാറുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അവിടെ നിന്ന് എല്ലാവർക്കും നിരത്തി പിടിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്തു. ഇതാണ് നെക്സ്റ്റ് ഹൈലൈറ്റ്. ഇത് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. നാട്ടിൽ ചെന്നിട്ട് ഞാൻ ആകെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിച്ചൊരു ബിരിയാണി ആട്ടോ ഇത്. പക്ഷെ എനിക്ക് നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല. കാരണം ആദ്യക്കൂട്ടിന് സാധാരണ ബിരിയാണി കഴിക്കുന്ന അവൻ അന്ന് പൊറോട്ട മതി എന്ന് പറഞ്ഞു. പൊറോട്ടയാണെങ്കിൽ മുഴുവൻ കഴിച്ചതും ഇല്ല. അവൻ്റെ പുറകെ നടന്നുകൊണ്ട് എനിക്ക് അത്ര ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ ബിരിയാണി. നെക്സ്റ്റ് ടൈം എന്തായാലും നാട്ടിൽ പോകുമ്പം ഈ ഒരു ബിരിയാണി കഴിക്കണം എന്ന് ഞാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മനസ്സിൽ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെയൊക്കെ സ്ഥിരം ബിരിയാണി ആയിരുന്നു ഇരുന്ന് ഈ ഒരു കടയിലെ ബിരിയാണി കേട്ടോ. ഭയങ്കര ടേസ്റ്റി ബിരിയാണി ആയിരുന്നു. അങ്ങനത്തെ ബിരിയാണി എല്ലാം കഴിച്ചു. നമ്മൾ കുറച്ച് നേരമൊക്കെ ഇന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് പതുക്കെ ഇറങ്ങുക കേട്ടോ. അങ്ങനത്തെ ടാറ്റയൊക്കെ പറഞ്ഞ് പോവാം കേട്ടോ. ഇനി നെക്സ്റ്റ് വെക്കേഷന് കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.